എന്താണ് അതിന്റെ സംഭവം, എന്താണ് അതിന്റെ കാരണം നാം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഈ മനുഷ്യനിൽ കുടികൊള്ളുന്ന പാപം എന്ന കറുത്ത വ്യവസ്ഥ ഈ മനുഷ്യനെ തിന്മയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. പ്രേരക ശക്തിയായി പാപം നിലനിൽക്കുന്നുകൊണ്ട് ഇപ്രകാരമാണ് നമ്മ മാർഗങ്ങളിലേക്ക് മനുഷ്യൻ നയിക്കപ്പെടുന്നു. പ്രേരക ശക്തിയായ പാപം മനുഷ്യൻ നഗരണമെങ്കിൽ എന്താണ് പാപത്തിന്റെ പരിഹാരം വരണം? എന്താണ് പാപം, എന്താണ് പാപപരിഹാരം എന്ന് നാം മനസ്സിലാക്കുകയും മതിയാകും. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ ഇവർ തെരക്കോണിൽ നിന്നുകൊണ്ട് എല്ലാവരും ഭാവിയാണെന്ന് വിളിച്ചു പറയുന്നു. എന്താണ് പാപം? അതിനെക്കുറിച്ച് ചുരുക്കമായി പറഞ്ഞു കഴിഞ്ഞാൽ, കിടക്കുന്നതിന് മുമ്പേ വാതിൽ കൂട്ടി 4 പ്രാവശ്യം നാം പരിശോധിക്കാറുണ്ട്. കച്ചവട സ്ഥാപനങ്ങളുള്ളവര് അതിന്റെ താഴെ കൂട്ടിയിട്ട് 4 പ്രാവശ്യം പരിശോധിക്കാറുണ്ട്. എന്താണ് അതിന് പരിശോധിക്കുന്നതിന് കാരണം? ഏതെങ്കിലും ഒരു മനുഷ്യൻ വന്ന് വാതിലിന് കുത്തിപ്പുറന്ന് കൂട്ട് തല്ലിപ്പൊളിച്ചുകൊണ്ട് വീട്ടിലുള്ളതാകുന്ന കടയിലുള്ളതാകുന്ന മറ്റ് സമ്പാദ്യങ്ങൾ എടുത്തുകൊണ്ട് പോകുമെന്നുള്ള ഭയത്തിലാണ്. അതെന്താണ്? ആ സാമൂഹ്യ ദ്രോഹി എന്ന് പറയുന്ന ആ മനുഷ്യനിൽ പാപം ഉള്ളത് കൊണ്ടാണ്. അങ്ങനെയുള്ള നിരവധി പേരുള്ളത് കൊണ്ടാണ് പ്രിയമുള്ളവരെ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ പാപം നമ്മുടെ കൺമുമ്പിൽ ഏത് സമയം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന് അവസരം കിട്ടുമ്പോൾ അത് പുറത്തു വരും. നമുക്കറിയാം, കൊട്ടാരക്കര താലൂക്ക് ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ കുത്തിക്കൊന്നു. അതാരാണ്? സമൂഹത്തിൽ നിലയും വിലയുമുള്ള മാന്യനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം വിദ്യ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു അധ്യാപകനാണ്. പക്ഷേ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമത്തത്തിലായപ്പോൾ അദ്ദേഹം ആ കൃത്യത്തിന് തയ്യാറായി. പ്രിയമുള്ളവരെ, അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം പറയും, ഒരിക്കലും ഞാൻ കൊല്ലണമെന്ന് വിചാരിച്ചതല്ല. എല്ലാ കുറ്റവാളികളും ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. എന്താണ് അതിന്റെ കാരണം? പാപം എന്ന കറുത്ത വ്യവസ്ഥ മനുഷ്യനെ അഥവാ മാർഗത്തിന് വേണ്ടി പ്രേരിക്കുമ്പോൾ, തിന്മയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി പ്രേരക ശക്തിയായി നിലകൊള്ളുന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നു. മദ്യം എന്ന് പറയുന്ന ഈ മാരകമായ ഈ ശക്തിയെ കുറിച്ച് അതിന്റെ പൗരാണിക കാലം മുതൽ തന്നെ ഉപയോഗമുണ്ട്, അത് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അതിനെതിരായിട്ടുള്ള നിരവധി ശബ്ദങ്ങൾ ഉയർന്നു വന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മതങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാം, ഏത് മനുഷ്യനെയും മൃഗതുല്യമാക്കുന്ന മാരക വസ്തുവാണ് എന്ന് ഖുർആൻ പറയുന്നു. ബ്രഹ്മഹത്യക്ക് തുല്യമായ പാപമാണ് എന്ന് മഹാഭാരതവും പറയുന്നു. പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു, മദ്യം കലഹക്കാരൻ വീണ്ടും പരിഹാസി മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. മഹാരഥന്മാരുടെ മതം നാം പരിശോധിക്കുമ്പോൾ പറയുന്നത് മദ്യം വിഷമാണ്, ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്ന് അദ്ദേഹം പറയുവാനിടയായി തീർന്നു. എന്തുകൊണ്ട് അങ്ങനെ പറയേണ്ടി വന്നു? മദ്യത്തിന്റെ മാരകമായ സ്വാധീനം നിമിത്തം സംഭവിക്കുന്ന സമാധാന ഇല്ലായ്മയെ കുറിച്ച് ഉത്തമമായ ബോധ്യമുള്ളത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുവാനിടയായി തീർന്നത്. നമ്മുടെ പിതാവായ മഹാത്മാഗാന്ധി ഇങ്ങനെയാണ് പറയുന്നത്, മദ്യത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം പാപത്തിന്റെ കൂലിയാകൊണ്ട് ഇന്ത്യൻ മഹാരാജ്യത്തിന്റെ സർവാധികാരിയായി 2 മണിക്കൂർ ഇരിക്കുവാൻ എനിക്ക് കഴിയുന്നുവെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തുള്ള എല്ലാ മദ്യശാലകളും പ്രതിഫലം കൊടുക്കാതെ അടച്ചുപൂട്ടുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ അറിയാമല്ലോ, മദ്യമെന്ന ഈ മയക്കുമരുന്നെന്ന മാരക വസ്തുവിന്റെ പ്രകരമായ ശേഷി ഏത് തലങ്ങളിലെല്ലാം ചെന്നെത്തുന്നു, എവിടെയെല്ലാം സമാധാന വംശമുണ്ടാക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ഈ പാപഭംഗരമായ അനുഭവത്തിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, പാപത്തിന് പരിഹാരം വരണം. എങ്ങനെയാണ് പാപം പരിഹരിക്കപ്പെടേണ്ടത്? നേർച്ച കാഴ്ചകൾ കൊണ്ടോ, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് കൊണ്ടോ, തീർത്ഥാടന യാത്രകൾ നടത്തുന്നത് കൊണ്ടോ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയുന്നതല്ല. എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, രക്തം ചൊരിയാതെ പാപമോചനമില്ല. പക്ഷേ ഏത് രക്തമാണ് ചൊരിയപ്പെടേണ്ടത്? നിർദോഷമായ രക്തം ചൊരിയപ്പെടണം. പ്രിയമുള്ളവരെ, കാലത്തിന്റെ ദൈവങ്ങളിൽ പിതാവായ ദൈവത്തിന് ലോക മനുഷ്യനോട് ഇഷ്ടം തോന്നിയിട്ട് തൻ്റെ സ്വന്തം പുത്രനെ ലോകത്തിന്റെ പാപപരിഹാരത്തിന് വേണ്ടി അയക്കുവാനിടയായി തീർന്നു. അങ്ങനെ കാലത്തിന്റെ ദൈവമെങ്കിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് പാലസ്തീന്റെ പച്ചമണ്ണിൽ കർത്താവായ യേശു ക്രിസ്തു ജനിക്കുവാനിടയായി തീർന്നു. എന്താണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനത്തോടുകൂടി എന്താണ് സംഭവിച്ചത്? ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. തന്റെ ജനിച്ചത് മുതൽ തന്നെ തൻ്റെതാകുന്ന പ്രവർത്തനങ്ങൾ തികച്ചുകൊണ്ട് കർത്താവ് മുന്നോട്ട് പോയി. പ്രിയമുള്ളവരെ, എന്താണ് ചെയ്തത്? കർത്താവ് രോഗികളെ സൗഖ്യമാക്കി, അതുപോലെ വിശക്കുന്നവന് അന്നം നൽകി, സമാധാനമില്ലാത്തവർക്ക് സമാധാനം നൽകി. ഇങ്ങനെയുള്ളതാകുന്ന മരിച്ചവരെ ഉയർപ്പിച്ച് ഇങ്ങനെയുള്ളതാകുന്ന പ്രവർത്തനങ്ങൾ ചെയ്തു പോകുമ്പോൾ അന്നത്തെ യഹൂദന്മാർക്ക് അത് രസിച്ചില്ല. കാരണം എന്താണെന്നറിയാമോ? ഇവൻ ദൈവദൂഷണം പറയുന്നു, ദൈവത്തിന് ഹിതമില്ലാത്ത ചെയ്യുന്നു എന്നവർ പറഞ്ഞ ഒരു കുറ്റം ആരോപിച്ചുകൊണ്ട് കർത്താവിനെ കുറിച്ച് വിസ്തരിക്കുവാനിടയായി തീർന്നു.
പ്രിയമുള്ളവരെ, നമുക്കറിയാം, എല്ലാ മനുഷ്യർക്കും, ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ്, കർത്താവായ യേശു ക്രിസ്തു യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. അന്നത്തെ നാടുവാഴിയായിരുന്ന പീലാത്തോസ് ഈ മനുഷ്യനിൽ കുറ്റമില്ല, കാണുന്നില്ല എന്ന് പറഞ്ഞ് കൈ കഴുകി മാറുവാനിടയായി തീർന്നു. പിന്നെയും എന്തിന് ക്രൂശമരണം കൈവരിച്ചു, എന്തിന് ഏൽപ്പിക്കപ്പെടുന്നു, അവിടെയാണ് അതിൻ്റെ കാര്യം. നമ്മുടെ പാപത്തിന് വേണ്ടി നിർദോഷമായ രക്തം ചൊരിയപ്പെടേണ്ടതുകൊണ്ട് കുറ്റം ഇല്ലാത്ത ആ നിർദോഷമായ രക്തം ക്രൂശിൽ ഊറ്റുന്നതിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ക്രൂശ് മരണം കൈയൊഴിക്കുവാനിടയായി തീർന്നു. യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് തിരുവെടുത്ത് പഠിപ്പിക്കുമ്പോൾ, പാപപരിഹാരത്തിന് വേണ്ടി ബലിയായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ആ നിഷ്കളങ്കമായ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് തന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഒരു ദൈവബദലായി തീരുവാൻ ആർക്ക് കഴിയും? അവർക്ക് പാപമോചനമുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഏത് അവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പക്ഷേ എല്ലാം അറിയുന്ന ദൈവമുണ്ട്. നിങ്ങളുടെ അവസ്ഥയ്ക്ക് ഭേദം വരുത്തുവാൻ ഈ ദൈവത്തിന് കഴിയും. കാലാകാലങ്ങളിലായി, വർഷങ്ങളായി, അനേക വർഷങ്ങളായി ലോകത്തിന്റെ 5 വൻകരകളിലും എപ്പോഴും പ്രസംഗിക്കപ്പെടുന്ന ഒരേ ഒരു മാർഗമാണ് ക്രിസ്തു മാർഗം. ക്രിസ്തു വന്നത് ലോകത്തിന് വേണ്ടിയാ, ഏതെങ്കിലും ഒരു മതത്തിന് വേണ്ടിയല്ല, ഏതെങ്കിലും ഒരു മാർഗത്തിന് വേണ്ടിയല്ല. പ്രിയമുള്ളവരെ, ലോകത്തിലേക്ക് കടന്നു വന്ന പല മഹാന്മാരെ കുറിച്ച് നമുക്കറിയാം. അവരെല്ലാം സ്വന്തത്തിലേക്കും സ്വന്തക്കാർക്കും സ്വന്തം രാജ്യങ്ങൾക്കും വേണ്ടി വന്നു. കർത്താവായ യേശു ക്രിസ്തു കടന്നു വന്നത് ലോകത്തിലെ സകല മനുഷ്യർക്കും വേണ്ടിയാണ്. അതുകൊണ്ടാണ് വിവിധങ്ങളാകുന്ന സമുദായത്തിലും സംഘടനകളും പെട്ടവരിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിൽ നിന്ന് പല കോടുകളിൽ നിന്ന് ആമേൻ പ്രസംഗിക്കുന്നത്. ഷമീർ പ്രസംഗിക്കുന്നില്ലേ? അതുപോലെ സ്റ്റീവൻ